last night, yesterday evening together. ഇന്ന് പകൽക്കാലം പ്രിയ മാതാപിതാക്കന്മാരോട് ഒരുമിച്ച്, സഹോദരങ്ങളോട് ഒരുമിച്ച്, കുഞ്ഞുങ്ങളോട് ഒരുമിച്ച്, കർത്താവിന്റെ വിലയേറിയ ദാസന്മാരോട് ഒരുമിച്ച് ദൈവത്താരതിപ്പാൻ ദൈവം നൽകിയതിനായി സ്തോത്രം ചെയ്യുന്നു. And I praise God for the opportunity to be with all the children, brothers, sisters, mothers, fathers, and men of God. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. May the Lord bless all of us. എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. I extend my loving greetings to all of you in the name of Jesus പ്രിയ Christ. കർത്താവിന്റെ ദാസനോടും കുടുംബത്തോടുമുള്ള എൻ്റെ നന്ദിയെ ഞാൻ അറിയിക്കുന്നു. I also extend my thanks to the man of God and his കഴിഞ്ഞ family. 2 ദിവസങ്ങളായി അവരോട് കൂടെ പാർക്കുവാൻ ദൈവകൃപ നൽകി. The Lord gave me the grace to dwell with them for the past 2 days. ഞാൻ 4-ാം തീയതി വരെ ടൾസ പട്ടണത്തിൽ കാണും. I will be in Tulsa until April 4th. പക്ഷേ പാസ്റ്റർ വീട്ടിൽ ഞാൻ ചിലപ്പോൾ ഇന്ന് വൈകുന്നേരമോ നാളെ രാവിലെയോ ഞാൻ മറ്റു ഭവനത്തിലേക്ക് പോകും. Either this evening or tomorrow I will go to another home from here. നിങ്ങളുടെ പ്രാർത്ഥന, വിലയേറിയ പ്രാർത്ഥനയെ ഞാൻ ചോദിക്കുന്നു. I ask you for your valuable prayers. ഞാൻ ഉറപ്പ് തരുന്നു, ആഴ്ചയിൽ ഒരു ദിവസം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. I give you my guarantee, at least once in a week I will be praying for you. എന്താണെന്ന് ചോദിച്ചാൽ പിന്നീട് പറഞ്ഞുതരാം. I'll tell you the reason why at a later time. ഇവിടെ കടന്നു വന്ന അത് മുതൽ ഇതുവരെയും ദൈവം ഞങ്ങളെ നമ്മളെ എല്ലാവരെയും അതിശയകരമായി കാത്തു. The Lord has miraculously protected all of us, and from the day we arrived here. നിങ്ങളെല്ലാം വളരെ സ്നേഹമുള്ളവരാണ്. You're all very loving people. ഒറീസയെ കുറിച്ച് അറിയാവുന്ന പല കുടുംബങ്ങളിലൂടെ ഉണ്ട്. There are many families that know about Orissa. ഒറീസയിൽ വന്നിട്ടുള്ള ആളുകളിലൂടെ ഉണ്ട്. And there are people who've come to Orissa. അവർക്കെല്ലാം ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. And I praise God for all of them. ഒറീസയിലെ ഞാൻ പ്രവർത്തനങ്ങളെ സഹായിക്കാമെന്ന് പറഞ്ഞ പ്രിയ സഹോദരങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. I praise God for those who wanted to help and extend help to the ministries in Orissa. ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ. May the Lord bless them. അതുപോലെ എനിക്കിവിടെ വന്നപ്പോൾ ഒരു വലിയ സന്തോഷം തോന്നി. Another thing that gave me great joy. ഞാൻ ജനിച്ച അതേ ദിവസം ജനിച്ച വേറൊരു സഹോദരൻ കൂടെ ഇവിടെ ഉണ്ട്. ഞാൻ ജനിച്ച അതേ ദിവസം ജനിച്ച ഒരു സഹോദരൻ കൂടെ There ഉണ്ട്. are people who were born on the same day that I was born. ഞാൻ ആരാണെന്ന് പറയത്തില്ല, കാരണം അദ്ദേഹത്തെ നിങ്ങൾ കണ്ടാൽ അയ്യോ ഇദ്ദേഹം ഇത്രയും വയസ്സുണ്ടോന്ന് ചോദിക്കും. I won't tell you who it is, but you might think I'm older by listening to that. ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലാവരെയും. May the Lord bless all of us. ഈ നല്ല പകലിനായി ദൈവത്തിന് സ്തോത്രം I ചെയ്യുന്നു. praise God for this wonderful morning. കർത്താവിന്റെ ദാസൻ പറഞ്ഞതുപോലെ കഴിഞ്ഞ 22 വർഷമായി ഒറീസയിൽ പ്രവർത്തിപ്പാൻ ദൈവം കൃപ നൽകി. As the man of God mentioned, the Lord gave us the grace to minister for the past 22 years in ഈ Orissa. 22 വർഷം ഒറീസയിൽ പ്രവർത്തിക്കുക എന്നുള്ളത്, ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് താമസിച്ച് പ്രവർത്തിക്കുക എന്നുള്ളത് എളുപ്പമായിരുന്നില്ല. It was not easy for us to serve the Lord in the same place where we dwell for the past 22 years. ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ എന്തുകൊണ്ടാണ് ഞാൻ ആ ഗ്രാമത്തിൽ കടന്നു പോകുവാൻ തക്കവണ്ണം ഇടയായതെന്ന്. Yesterday evening I told you the reason why the Lord took me to that village in Orissa. എൻ്റെ ഭാര്യയും ഒരു മൂത്ത മോനും മോളും 2 മക്കളും ഒറീസയിൽ തന്നെ ആയിരിക്കുന്നു. I have a wife and I have 2 children who are dwelling in Orissa with me. എൻ്റെ കയ്യിൽ ഒരു ചെറിയ ബ്രൗഷർ പ്രകാരമുണ്ട്. അതിൽ എൻ്റെ ഫാമിലിയെ കാണാൻ കഴിയും. നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അത് എൻ്റെ നിന്ന് വാങ്ങിക്കാം. I have a small brochure here where if you want you can read more about our ministry and family there. ഞങ്ങൾ ചെയ്യുന്ന മിനിസ്ട്രികളെ കുറിച്ചൊക്കെ എഴുതിയിട്ടുണ്ട്. We have details about our ministry as well. നിങ്ങൾക്ക് ആർക്കെങ്കിലും മിനിസ്ട്രിയുടെ അപ്ഡേറ്റ്സ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വാട്സാപ്പ് നമ്പർ തന്നാൽ ഞാൻ മന്ത്ലി അപ്ഡേറ്റ്സ് എത്തുമ്പോൾ വായിക്കാം. Also if you want any updates about our ministry you can give us your WhatsApp number and we will send you the പ്രിയ സിസ്റ്ററോട് നന്ദി പറയുന്നു. Praise the Lord. ഇന്നലെയും ട്രാൻസ്ലേറ്റ് ചെയ്തു, ഇന്നും ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ഞാൻ അവിടെ ഒരു എഡ്യൂക്കേഷണലിസ്റ്റായിട്ട് ആ ഗ്രാമത്തിൽ കടന്നുപോയി. I told you yesterday evening I went to that village in Orissa as an educationalist. എനിക്ക് അവിടെ ആ ഗ്രാമത്തിൽ ആരെയും അറിയത്തില്ലായിരുന്നു. I had no one that I knew in that village. എന്നാൽ ഞാൻ അവിടുത്തെ ചെറുപ്പക്കാരോട് അവിടെ ചെന്ന് താമസിച്ചുകൊണ്ട് ചെറുപ്പക്കാരോട് കൂടെ ചേർന്ന് വോളിബോൾ കളിക്കാനും ക്രിക്കറ്റ് കളിക്കാനും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകാൻ തുടങ്ങി. And when I went there, I began to just get together with the young people there to play volleyball and cricket with them. എന്നിട്ട് അവരോടുത്ത് ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഞാൻ സ്പോക്കൺ ഇംഗ്ലീഷ് പഠിപ്പിക്കാമെന്ന് പറഞ്ഞു. ആർക്കെങ്കിലും പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ വരാൻ പറഞ്ഞു. And then I told them, if anybody wants to learn spoken English, I'll give you free lessons. ആദ്യത്തെ ബാച്ചിൽ 14 കുട്ടികൾ വന്നു. കുട്ടികളല്ല, മുതിർന്ന ആളുകൾ, പ്രായമായ ആളുകൾ 14 പേര് വന്നു. In the first batch, we had 14 adults who ഞാൻ came for the class. അവരടുത്ത് പറഞ്ഞു, ഞങ്ങളുടെ ഫീസൊന്നും വേണ്ട, പക്ഷെ ഞാൻ ക്ലാസ് തുടങ്ങുമ്പോൾ ഞാൻ ബൈബിൾ വായിക്കും. I told them I don't want any fees, but when the class begins, I will be reading the Bible. ഞാൻ എന്നിട്ട് പ്രാർത്ഥിക്കും. And I will be praying. ഇത് സഹിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് വരാമെന്ന് പറഞ്ഞു. If this is okay with you, you can come to the class. അപ്പോൾ ഞാൻ ഇങ്ങനെ അതിങ്ങനെ തുടങ്ങി. And I began this ministry then. അതാണ് എൻ്റെ ആദ്യത്തെ പ്ലാറ്റ്ഫോം. ദൈവവചനം അവിടെ പറയുവാനുള്ള ആദ്യത്തെ പ്ലാറ്റ്ഫോം എൻ്റെ സ്പോക്കൺ ഇംഗ്ലീഷ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിരുന്നു. My spoken English institute was my first platform to speak the word of the Lord. ഞാൻ അങ്ങനെ ഒരു 1.5 മാസം അങ്ങനെ നീങ്ങിയപ്പോൾ about 1 to 1.5 months passed by. ഓഗസ്റ്റ് മാസം 5-ാം തീയതിയാണ് ഞാൻ എൻ്റെ ബർത്ത്ഡേ
ബർത്ത്ഡേ അന്നാണ് ഞാൻ അവിടെ ചെന്ന് താമസിക്കുവാൻ ആരംഭിച്ചത്. I went there and I started dwelling there on the day of my birth, which was August 5th. എന്നാൽ അതിനുശേഷം ഒരു 1.5 മാസം കഴിഞ്ഞപ്പോൾ സെപ്റ്റംബർ മാസം 27-ാം തീയതി രാവിലെ, After about a month and a half, in the morning of the month of September, രാവിലെ 5 മണിക്ക് എൻ്റെ വാതിലിൽ ഒരു തട്ട് കേട്ടു. I heard a knock on the door of our house. ഞാൻ ചെന്ന് വാതിൽ തുറന്നപ്പോൾ ഞാൻ പുറത്ത് എന്നെ വഴിയിൽ ഏപ്രിൽ മാസം വഴിയിൽ പിടിച്ചു നിർത്തിയ ആ പുള്ളിക്കാരനും അദ്ദേഹത്തോട് കൂടെ ഒരു 10-20ഓളം ചെറുപ്പക്കാരുമായിട്ട് കാക്കി പാൻറ്റും വെള്ള ഷർട്ടും ഒക്കെ ഇട്ട് കയ്യിൽ വടിയും വാളും ഒക്കെ പിടിച്ചോണ്ട് നിൽക്കുക. There was a man who came to persecute us in the month of April. That man was standing on the other side of the door along with other people with weapons to come and destroy us. എനിക്ക് മനസ്സിലായി എന്തിനാണ് വന്നതെന്ന് മനസ്സിലായി. I understood the reason and the purpose behind their ഞാൻ visit. വീട്ടിൽ നിന്ന് വെളിയിറങ്ങിയിട്ട് ഷേക്കൻ്റെ കൊടുത്ത് അവരുടെ എന്താ കാര്യത്തൊക്കെ ചോദിച്ചു. I got out of the house, shook their hands and asked them what the reason they were ഒഡിയ there. നന്നായിട്ട് എനിക്ക് അറിയത്തില്ല, ഹിന്ദിയിൽ സംസാരിക്കാൻ തുടങ്ങി. I did not know much Odia, so I spoke to them in Hindi. ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ ഇവിടെ സ്പോക്കൺ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. I told them I'm here to teach spoken English. പക്ഷേ ഈ സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കാൻ വന്നതിൽ 2 പേര് RSSന്റെ സ്കൂളായ സരസ്വതി ശിശു മന്ദിറിലുള്ള 2 ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു. There were 2 students who had come there who were RSS party members who had come to that class. അപ്പോൾ അവരിൽ നിന്നുള്ള വാർത്തകൾ ഇവർക്ക് കിട്ടി. ഞാൻ ബൈബിൾ പഠിപ്പിക്കുന്നു പ്രാർത്ഥിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അതങ്ങനെയാണ് ഇവർ വന്നത്. They got word that I was reading the Bible and I was praying, and that's why they were there. അരമണിക്കൂറോളം എന്നോട് തർക്കിക്കാൻ തുടങ്ങി. And for 30 minutes they began to argue with me. എന്നിട്ട് അവർ എന്നോട് ചോദിക്കുക, നീ ഫ്രീ ആയിട്ട് സ്പോക്കൺ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ വേണ്ടി കേരളത്തിൽ നിന്ന് ഒറീസ വരുമോ? Did you come from Kerala all the way to Orissa to teach us spoken English for free? നീ ഇവിടെ വന്നത് നീ പഠിപ്പിക്കാനൊന്നുമല്ല വന്നത്, നീ മതപരിവർത്തനം നടത്താൻ വന്ന ക്രിസ്ത്യൻ മിഷണറിയാണ്. You have not come here to teach us English. You are a Christian missionary. ഞങ്ങൾ ആരാണെന്ന് നിനക്കറിയാമോ? Do you know who we are? ഞങ്ങൾ ഓസ്ട്രേലിയൻ മിഷണറി ആയിരുന്ന ഗ്രഹാം സ്റ്റെയിൻസിനെയും അദ്ദേഹം 2 മക്കളെയും ജീവനോടെ ചുട്ടുവന്ന ദാരാ സിംഗിന്റെ ആൾക്കാരാണ്. We are the same party members that killed the Australian missionary Graham Staines and his children. നീ 2 ദിവസത്തിനകത്ത് ഇവിടെ നിന്ന് പോയില്ല എന്നുണ്ടെങ്കിൽ നിന്നെ ഞങ്ങൾ അതുപോലെ ജീവനോടെ ചുടുവെന്ന് പറഞ്ഞു. If you don't leave this place within 2 days, we will burn you alive just like we did before. എനിക്ക് അന്ന് ഭയങ്കര പേടിയുണ്ട്, കാരണം ഞാൻ സിംഗിൾ ആണ്. At that point I was very afraid because I was a single man. ഞാൻ ഇങ്ങനെയുള്ള ഒരു കൂട്ടത്തെ ഞാൻ ഫേസ് ചെയ്തിട്ടില്ല. I have never faced a crowd like this. എന്നാൽ എനിക്ക് ഒരു കാര്യം അറിയായിരുന്നു, എൻ്റെ ദൈവം അറിയാതെ ഒന്നും സംഭവിക്കത്തില്ല എന്നറിയായിരുന്നു. But one thing I was sure of is that nothing happens without the knowledge of God. എനിക്കറിയാമായിരുന്നു ദൈവം എന്നെ ഒരു സ്ഥലത്തേക്ക് അയക്കുമ്പോൾ അവിടെ ജീവിക്കാനുള്ള കൃപ തന്ന് ദൈവം എന്നെ അയക്കുമെന്ന് എനിക്കറിയായിരുന്നു. I knew that if the Lord were to send me to a place, He will give me the grace for that place. ഞാൻ മനുഷ്യരുടെ മുഖത്ത് നോക്കി പറഞ്ഞു, ഞാൻ ഇവിടെ നിന്ന് പോകത്തില്ല. I looked at their faces and I said, I will not leave this place. നിങ്ങൾ ഈ പറയുന്നത് കൊണ്ട് ഞാൻ 2 ദിവസത്തിനകത്ത് ഇവിടെ നിന്ന് പോകത്തില്ല. Just as you are saying, I will not leave this place in a span of 2 days. എന്നെ അയച്ച ഒരുവനുണ്ട്, അവൻ പറഞ്ഞാലേ ഞാൻ ഇവിടെ നിന്ന് പോകത്തുള്ളൂ എന്ന് പറഞ്ഞു. There is one who sent me here. I will only leave this place if he tells me to leave. അപ്പോൾ എന്നെ അയച്ച ഒരുവനുണ്ടെന്ന് പറഞ്ഞപ്പോൾ വിചാരിച്ചു ആരോ വലിയ പണക്കാരന്മാർ ഇവനെ അയച്ചതായിരിക്കും എന്ന് വിചാരിച്ചു. And when I said there is one who sent me, they all thought there is some rich man that sponsored me and sent me here. അപ്പോൾ അവർ പരസ്പരം നോക്കിയിട്ട് അവരെ വീണ്ടും ചലഞ്ച് ചെയ്തിട്ട് വരാൻ പോയി. And they just looked at each other. Finally they challenged me and they left the place. 2 ദിവസം മാത്രമേ എനിക്ക് ആ ഗ്രാമത്തിൽ താമസിക്കാനുള്ള സമയം തന്നുള്ളൂ ഇവര്. They've only given me 2 days to live in this village. ഞാൻ മുഴങ്കാലുകളിൽ നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. I began to get on my knees and pray. ദൈവമേ, SIBCയിൽ ഗ്രാജുവേഷൻ സ്പീക്കറായിട്ട് ഗ്രാജുവേറ്റ് ചെയ്ത ഒരുത്തൻ എനിക്കിവിടെ 2 ദിവസം ഉള്ളൂ. Lord, I am the graduate speaker of SABC. Do I only have 2 days to dwell in this place? ദൈവമേ, ഇവന്മാരെന്നെ ചുടുവോ? Will they burn me? ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അന്ന് എനിക്ക് ഒരു സൈക്കിൾ പോലും ഇല്ല, ഒന്ന് ബൂത്തിൽ ഫോണില്ല, മൊബൈൽ ഫോണില്ല, സൈക്കിളില്ല, യാതൊരു കാര്യങ്ങളും ഇല്ല. I have nothing, not even a bicycle, not even a cell phone. ഒരു ബൂത്തിൽ പോകണമെങ്കിൽ 2 കിലോമീറ്റർ നടന്നു പോകണം. അത് ഇവന്മാരെല്ലാം വീടുകളുടെ മുൻപിൽ കൂടെ പോകണം. In order to reach a phone booth, I have to walk past these men's houses 2 kilometers just to reach a phone booth. സെക്കൻഡ് ഡേയിൽ ഞാൻ ധൈര്യം സംഭരിച്ച് ഞാൻ ഈ ബൂത്തിൽ ചെന്ന് ആളുകളടുത്തൊക്കെ ഫോൺ ചെയ്ത് പറഞ്ഞു, എന്നെ പ്രാർത്ഥിച്ചയച്ച പാസ്റ്റർ എസെക്കിൽ ജോഷിയോടും എൻ്റെ ചർച്ചിലെ പാസ്റ്ററോടും ഒക്കെ പറഞ്ഞു. On the second day, I took courage to go to that phone booth and called all the men of God that were supportive to me in the beginning of the ministry. എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. And they all began to pray for me. പ്രിയമുള്ളവർ, 2 ദിവസം മാത്രം സമയം തന്നെടുത്ത് ഈ 22 വർഷം താമസിക്കുവാൻ ദൈവം കൃപ തന്നു. In the same place where I was given 2 days to live, God has given me
me the grace to be there 22 years. നമ്മുടെ ദൈവം വലിയ ദൈവമാണ്. We have a big God. നമ്മുടെ ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. There is nothing impossible for അന്ന് God. എന്നെ തല്ലാനും കൊല്ലാനും വന്നവന്മാരെല്ലാം വന്ന് നിന്ന് നമസ്കാരം പറയും. The same men who wanted to come and kill me will come and say namaskaram to me today. കാരണം എന്താണെന്നറിയാമോ, 2004 ആ ചെറിയ സ്പോക്കൺ ഇംഗ്ലീഷ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു ചെറിയ സ്കൂളാക്കി മാറ്റുവാൻ ദൈവം കൃപ തന്നു. The reason for that is what began as a small spoken English class has become a school now. എനിക്കറിയത്തില്ല സ്കൂൾ എങ്ങനെ തുടങ്ങണം, എന്തൊക്കെ ആവശ്യമൊന്നും I എനിക്കറിയത്തില്ലായിരുന്നു. had no idea how to begin a school and what was needed to do so. ഞാൻ ഇതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരാൾ 25,000 രൂപ എന്റെ കയ്യിൽ തന്നു. When I spoke about this, somebody gave me 25,000 rupees. അന്ന് 25 ലക്ഷം രൂപ ഉണ്ടെങ്കിലും സ്കൂൾ തുടങ്ങാൻ പറ്റത്തില്ല. അതാണ് സിറ്റുവേഷൻ. According to that situation, without 25,000 rupees, you cannot start a school. 25 lakhs. 25 lakhs. If you without that, പക്ഷേ you ഇവർ cannot. 25,000 രൂപ വെച്ച് ഞാൻ ഒരു 10 ബെഞ്ചിൻ ഡെസ്ക് ഉണ്ടാക്കി, ഒരു 2 ബോർഡ് ബ്ലാക്ക് ബോർഡ് ഉണ്ടാക്കി, ഒരു ട്രോളിയും വാങ്ങിച്ചു. But with just 25,000 rupees, we bought a blackboard and what all we needed to start the small school. 2 കുഞ്ഞുങ്ങളെ വെച്ച് സ്കൂൾ സ്റ്റാർട്ട് ചെയ്തു. We started a school with 2 children. ബാക്കി 50-ഓളം കുഞ്ഞുങ്ങൾ വരാനുണ്ടായിരുന്നു. ഇതെല്ലാം പറയാൻ എനിക്ക് സമയമില്ല, ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവാം. Let me tell you very quickly, what should have been 50 was only 2 students. 2 ടീച്ചേഴ്സ് സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കാൻ വന്ന കുട്ടികളിൽ നിന്ന് 2 പേരെ ഞാൻ ടീച്ചേഴ്സ് ആക്കി വെച്ചു. And 2 children who came for the spoken English class were trained to become teachers in that school. ഒരു ട്രോളി പുള്ളറും ഒരു ആയയും വെച്ചു. There was a trolley puller as well as a janitor. അത് ബാക്കിയെല്ലാം ഞാൻ തന്നെയായിരുന്നു. And the rest of it was myself. എന്റെ പ്രിൻസിപ്പാളും തൂപ്പുകാരനും തുറക്കണവനും അടയ്ക്കണവനും അഡ്മിനിസ്ട്രേറ്ററും മാനേജറും എല്ലാം ഞാൻ തന്നെയായിരുന്നു. I was the principal, I was the administrator, I was the one to open and close. ഭയങ്കര ഒത്തിരി കഷ്ടത്തിലൂടെ ഞങ്ങൾ കടന്നുപോയി. And we went through much difficulty. എന്റെ 2,500 രൂപ സപ്പോർട്ടിൽ നിന്ന് ഞാൻ ഈ 2 ടീച്ചേഴ്സിന് 500,000 രൂപ വെച്ച് കൊടുക്കുമായിരുന്നു. Out of the support that I was getting 2,500 rupees, I was paying the teachers 500 each. 1000 രൂപ എന്റെ വാടക ഷെഡിന് കൊടുക്കണമായിരുന്നു. And I had to give 1,000 rupees for my rental place. പിന്നെ ദശാംശം പോയിട്ട് പിന്നെ ബാക്കി എനിക്ക് ജീവിക്കാൻ വഴിയില്ലായിരുന്നു. Then after giving out tithes, I had nothing to live on. എന്നാൽ നമ്മുടെ ദൈവം സമ്പന്നനായ ഒരു ദൈവമാണ്. But we have a very rich ആ God. ദൈവത്തിന്റെ ഭണ്ഡാരത്തിൽ ഒന്നിനും കുറവില്ല. There is no lack of anything in the barn house of the Lord. ഒരു ദിവസം പോലും പട്ടിണിക്കിടാതെ ദൈവം എന്നെ പോറ്റി. The Lord took care of me without allowing me to go hungry even a single day. പ്രിയമുള്ളവരെ, ഇന്ന് സ്കൂളിൽ 565 പിള്ളേർ പഠിക്കുന്നുണ്ട്. People of God, we have 565 students in that school. നമ്മുടെ ദൈവം അല്പകാര്യങ്ങളുടെ ദിവസത്തെ തുച്ഛീകരിക്കുന്ന ദൈവമല്ല. Because we don't have a God who despises the day of small beginnings. നമ്മുടെ ദൈവം പറയുന്നതിന് അനുസരിച്ച് നമ്മൾ വിശ്വാസത്തോടെ ഒരു ചുവട് വെക്കുമ്പോൾ ദൈവം ബാക്കിയുള്ള ചെയ്യും. When we obey what the Lord says and take steps of faith, the Lord does the rest. ആ ദൈവത്തിന് സകലവും സാധ്യമാണ്. For this God, all things are possible. ഇന്ന് ആരെങ്കിലും സംശയത്തോടു കൂടെ ദൈവസന്നിധിയിൽ ആയിരിക്കുന്നുവെങ്കിൽ, If there is anyone sitting here with doubts on your mind, പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളോട് എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയട്ടെ. let me tell you out of my own life's experience. ദൈവം ഒരു ദർശനം നിങ്ങൾക്ക് തന്നെങ്കിൽ ഒരിക്കലും ദൈവത്തെ സംശയിക്കരുത്. If the Lord has given you a vision, never doubt the Lord. എൻ്റെ കയ്യിൽ എന്തുണ്ട് എന്ന് ചിന്തിക്കരുത്. Don't think about what you have on your hands. ആ ദൈവം സകലവും നിവർത്തിക്കുവാൻ മതിയായ ദൈവമാണ്. We have a God who is able to bring all things to completion. സാത്താൻ പിശാച് ഒരിക്കലും ഞങ്ങളെ അവിടെ താമസിക്കുവാൻ അനുവദിക്കത്തില്ലായിരുന്നു. Satan could not allow us to dwell in that place. ഒരു ക്രിസ്ത്യാനി പോലും ഇല്ലാതിരുന്ന ആ ഗ്രാമത്തിൽ ഞങ്ങൾ 2004 ആരാധനയും തുടങ്ങുവാൻ ദൈവം സഹായിച്ചു. In a place where there was not a single Christian in the year 2004, we began our ministry. ഇന്ന് 200-ലധികം വിശ്വാസികൾ അവിടെ ആരാധനയ്ക്ക് കൂടി വരാനുണ്ട്. Now there are more than 200 believers who come for worship every day. 15ഓളം ഗ്രാമങ്ങൾ, ചെറിയ ഗ്രാമ കൂട്ടായ്മകളുണ്ട്. And there are small village meetings in many villages nearby. 45ഓളം ദൈവ വേലക്കാരനോട് കൂടെ പ്രവർത്തിക്കുന്നുണ്ട്. And there are many men of God who are working along with അവരെല്ലാം us. പല 7 ഡിസ്ട്രിക്റ്റുകളിലായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഞങ്ങൾ 20 അടുത്ത് ചർച്ചിന്റെ ബിൽഡിംഗ് പണിയുവാൻ ദൈവം കൃപ നൽകി. We have workers in 7 districts, and in 20 places we have planted and built churches. ഒന്നുമില്ലായ്മയിൽ നിന്നും സകലത്തെയും ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. We have a God who calls all things as if they exist, even if they don't exist. വെറും 2,500 രൂപയും കൊണ്ട് ഒറീസയിൽ പോയ ആളാണ് ഞാൻ. I am a man who went to Orissa with 2,500 rupees on hand. ഇന്ന് ഞങ്ങളുടെ മിഷൻ ക്യാമ്പസിലേക്ക് ചെന്നാൽ നിങ്ങൾക്ക് ഒരു 5 കോടിയുടെ പ്രോപ്പർട്ടി കാണാൻ കഴിയും. If you go to our mission campus, you will see a property worth 5 crores. എന്റെ അപ്പൻ തന്നതല്ല. It's not the money of my father. എന്റെ ഭാര്യയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതല്ല. It is not money given to me by my wife's എല്ലാം family. സ്വർഗ്ഗത്തിലെ
ദൈവം തന്നതാണ്. It is all from the goodness and grace of God. സകലവും സ്വർഗ്ഗത്തിലെ ദൈവം തന്നതാ. All of it was given to us by the God of heaven. 20 അടുത്ത് പുതിയ ചർച്ചുകൾ പണിയുവാൻ ദൈവം കൃപ നൽകി. The Lord gave us the grace to build churches in 20 places. Around 60 ലക്ഷം രൂപ ചെലവാക്കിയിട്ടുണ്ട്. Something like 60 lakh rupees were spent for that. ഒരു സംഘടനയും തന്നതല്ല. No sponsor gave that to us. എന്റെ ദൈവം തന്നതാ. But God himself gave it to us. ദൈവത്തിന്റെ മക്കളിലൂടെ പ്രവർത്തിച്ച് ദൈവം തന്നതാ. The Lord worked through his people and God provided. ഒന്നാം നൂറ്റാണ്ടിലെ ദൈവസഭയുടെ ദൈവം ഇന്നും നമ്മുടെ ദൈവമാണ് The പ്രിയമുള്ളവരെ. God of the church of the first century is still the same God to us today. നമ്മുടെ പിതാക്കന്മാർക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്ത ദൈവം ഇന്നും നമ്മുടെ ദൈവമാണ്. The God who did wonders for our forefathers is still the same God to us today. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് ഇന്നും ദൈവത്തിന് അത്ഭുതം ചെയ്യുവാൻ How many of you കഴിയുമെന്ന്? believe God is able to do miracles even today? ആ ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. There is nothing impossible for God. ഞങ്ങളുടെ സ്കൂളിൽ ഏതാണ്ട് 180ഓളം കുഞ്ഞുങ്ങളെ ഞങ്ങൾ ഫ്രീ ആയിട്ട് പഠിപ്പിക്കുന്നുണ്ട്. We are training and teaching and raising up 150 kids for free. വളരെ ഫീസ് അടയ്ക്കാൻ കഴിയാത്ത കുഞ്ഞുങ്ങള്, Children who cannot pay their school fees. 18ഓളം കുഞ്ഞുങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ പാർത്ത് അവര് അനാഥരും പാസ്റ്റേഴ്സിന്റെ മക്കളും വളരെ പാവപ്പെട്ട കുഞ്ഞുങ്ങളുമായ 18 കുഞ്ഞുങ്ങൾ ഞങ്ങളുടെ പാർപ്പിച്ച് അവർക്ക് ആഹാരം കൊടുത്ത് അവർക്ക് ആഹാരം കൊടുത്ത് വസ്ത്രം കൊടുത്ത് മെഡിസിൻ കൊടുത്ത് അവരെ പഠിപ്പിക്കുന്നുണ്ട് ഫ്രീ ആയിട്ട്. 18 children are actually dwelling and living with us. Children who are orphans and pastors' children and poor children who have nothing. We are feeding them, clothing them and giving them medications. 10ഓളം വിധവമാരെ വിധവമാരെ സഹോദരിമാരെ ഞങ്ങൾ ടേക്ക് കെയർ ചെയ്യുന്നുണ്ട്. എൻ്റെ വൈഫ് അതിന്റെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. Something like 10 widows are being taken care of and my wife is in charge of that as well. ഞങ്ങൾ ഇങ്ങനെ സ്ലമ്മുകളിൽ മിനിസ്റ്റർ ചെയ്യുന്നുണ്ട്. സ്ലമ്മുകളിൽ അതുപോലെ വില്ലേജുകളിലൊക്കെ ഫ്രീ ട്യൂഷൻ കൊടുക്കുന്നുണ്ട്. അവിടെയൊക്കെ ചെന്ന് സുവിശേഷം അറിയിക്കുന്നുണ്ട്. We go into the slums and smaller villages and we give education for free and do the ministry there. ഒറീസയുടെ ജയിലുകളിൽ ഞങ്ങൾ വിസിറ്റ് ചെയ്ത് സുവിശേഷം പ്രസംഗിക്കാറുണ്ട്. We go to the jails in Orissa and we preach the gospel there. ആഴ്ചയിൽ 2 ദിവസം ഹോസ്പിറ്റൽ വിസിറ്റ് ചെയ്ത് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും സുവിശേഷ പ്രതികൾ കൊടുക്കാറും ചെയ്യാറുണ്ട്. 2 days out of the week we go to the hospitals and we pray and give the gospel to those in the hospitals. പ്രിയമുള്ളവരെ, ഇതിനെല്ലാം നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ സാമ്പത്തിക സഹായങ്ങളും ഞങ്ങൾക്ക് ആവശ്യമാണ്. And for all these things we need your prayers and your financial support. നിങ്ങളുടെ പ്രാർത്ഥന ഞാൻ ചോദിക്കുന്നു, ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്നത് പോലെ നിങ്ങൾക്ക് അത് ചെയ്യുവാൻ തക്കവണ്ണം കഴിയും. I request your prayers and just follow the leading of the Holy Spirit and help us. 2004 ഞങ്ങൾക്ക് മൂത്ത കുഞ്ഞ് ജനിച്ചു. In the year 2004 we had our first child. ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലായിരുന്നു കുഞ്ഞ് ജനിച്ചത്. My child was born in Trivandrum Medical College. എനിക്ക് ആ സമയത്ത് വീട്ടിൽ എത്തിച്ചേരുവാൻ കഴിഞ്ഞില്ല. At that time I could not go back home. ഞാൻ 3ാമത്തെ ദിവസം അവിടെ എത്തിച്ചേർന്നു. അപ്പോൾ ഞാൻ കാണുന്നത് ഒത്തിരി സർജറിയും ട്യൂബൊക്കെ ഘടിപ്പിച്ച് ഇട്ടിരിക്കുന്ന കുഞ്ഞിനെയാ. On the 3rd day when I reached, I saw a child that had been heavily operated on and many tubes were hanging off. അവൻ ജനിച്ചപ്പോൾ അവന് ഒരു കുഴപ്പമില്ലായിരുന്നു. അവൻ 3 കിലോ വെയിറ്റ് ഉണ്ടായിരുന്നു. നല്ല നോർമൽ ചൈൽഡ് ആയിരുന്നു. When the child was born, the child was healthy, 3 kilos in weight and was normal. അപ്പോൾ അവന്റെ ഉള്ളിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതാർക്കും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. 2ാമത്തെ ദിവസമായപ്പോൾ ആ കുഞ്ഞിന്റെ ശരീരമെല്ലാം ബ്ലൂയിഷ് കളറായി. But there were internal problems. On the 3rd day the child became bluish in color. അവന്റെ പൾസ് ഡൗൺ ആയി. പെട്ടെന്ന് ഡോക്ടേഴ്സ് അടുത്ത് ഒരു ടെസ്റ്റ് ചെയ്തപ്പോൾ അവന്റെ വളർന്ന ഇൻഡസ്റ്റൈൻ യൂറിനൽ ബ്ലാഡറുമായിട്ട് സ്റ്റിക്കായി പോയെന്ന് കാണുവാൻ തക്കവണ്ണം കഴിഞ്ഞു. And his vitals began to change, and on the 3rd day we found that there were restrictions in his intestine. അവന്റെ യൂറിത്രയിൽ ഒത്തിരി ബ്ലോക്കേജസ്, ഒരു കിഡ്നി ഡൈല്യൂട്ടഡ്, അവൻ ജീവിക്കത്തില്ല എന്ന് പറഞ്ഞു. There were also blockages in his urethra and his kidney was blocked off and the doctor said he will not be able to live. ഞാനിതൊന്നും അറിയുന്നില്ല. എൻ്റെ വൈഫ് സൈൻ ചെയ്ത് കൊടുത്തു എന്ന് ഡോക്ടർ അടുത്ത് പറഞ്ഞു, നിങ്ങൾക്ക് മെഡിക്കൽ സയൻസിന് എന്ത് ചെയ്യുവാൻ കഴിയുമോ അത് ചെയ്യുക, ബാക്കി അവന്റെ ജീവന് തരികയും എടുക്കുന്നതൊക്കെ ദൈവത്തിന്റെ കാര്യമാണ്. I did not know about this, but my wife gave a signature signed document saying do all that you can, the rest is in the hands of the Lord. ഞങ്ങൾ ഒത്തിരി അത്ഭുതങ്ങളെ കണ്ടിട്ട് ഒറീസയിൽ ദൈവം അത്ഭുതങ്ങൾ ചെയ്യുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. We are people who have witnessed many miraculous things in Orissa. ആ ദൈവത്തിന് ഈ കുഞ്ഞിനെയും സൗഖ്യമാക്കുവാൻ കഴിയും. And that God is able to heal this child as well. പ്രിയമുള്ളവരെ, 2ാമത്തെ ദിവസം ആ കുഞ്ഞിന്റെ വയറിലേക്ക് 2ആയിട്ട് കീറി. And on the 2nd day of his life they opened up his belly. അവന്റെ വേസ്റ്റ് എല്ലാം എടുത്തിട്ട് ഒരു കൊളസ്ട്രോമി ബാഗ് വെച്ചു. And they did surgical procedures on his intestines. അവന്റെ യൂറിൻ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു യൂറിനൽ ബാഗ് ഇട്ടു. And they put a tube to his urethra to dilate and to remove the urine. 1.5 വർഷം അവൻ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടതായിട്ട് വന്നു. And for a year and a half he was taking treatments at the hospital. അവന് 6 മേജർ സർജറികൾ ഈ 1.5 വർഷത്തിനകത്ത് നടന്നു. Within that 1.5 year period he had 6 major surgeries. ഒന്ന് പൈസ
കാശില്ലായിരുന്നു ഞങ്ങളുടെ കയ്യിൽ ഈ കുഞ്ഞിനെ ട്രീറ്റ് ചെയ്യാനായിട്ട്. At that time, we had no money to bring treatments for our child. എനിക്ക് ഇവിടെ നിൽക്കാനും വയ്യ, ഒറീസ നിൽക്കാനും വയ്യാത്തൊരു സാഹചര്യം വന്നു. It was a situation where I could neither stay at home nor go back to Orissa. 16 പ്രാവശ്യം ഞാൻ വരെയും പോവുകയും ചെയ്യാൻ തക്കവണ്ണം തുടങ്ങി. And I did 16 journeys back and forth. ജനറൽ കമ്പാർട്ട്മെന്റ് ട്രെയിനിൽ ടിക്കറ്റ് എടുക്കാൻ പൈസ കാണത്തില്ല, വെള്ളം കുടിക്കാൻ പൈസ കാണത്തില്ല, അങ്ങനെ ഞാനായിരുന്നു എന്റെ വരവും പോക്കും ഒക്കെ. I had no money for the ticket of the train. I had no money not even for water. എന്നാൽ ദൈവം സകലത്തിനും ആവശ്യമായ പൈസകളെ തന്നു. But God provided all of the money that I needed in that situation. ട്രീറ്റ്മെന്റ് ചെയ്ത് എടുക്കുവാൻ ദൈവം സഹായിച്ചു. The Lord helped us to bring the right treatments for that child. അവസാനം അവന്റെ ഇൻഡസ്റ്റൈൻ കട്ട് ചെയ്ത് താഴെ ഒരു റെക്ടം ഹോൾ ഉണ്ടാക്കി അവിടെ ഇങ്ങനെ കൊണ്ട് കെട്ടിവിടുകയുണ്ടായി. Finally, they did many surgeries, removed parts of his intestine, and they created a whole erectile hole in his abdomen. അവന്റെ 15ാമത്തെ വയസ്സ് വരെ അങ്ങനെയായിരുന്നു. He was like that until the age of 15. 2019 അവനെ ബാംഗ്ലൂരിലുള്ള ബാപ്റ്റിസ്റ്റ് മെഡിക്കലിൽ കൊണ്ടുപോയി വീണ്ടും 2 സർജറി കൂടെ ചെയ്തു. Again in the year 2019, we took him to Bangalore for 2 more surgeries. അവൻ ഇന്ന് നോർമൽ ആയ ഒരു കുട്ടിയായി മാറി. And by God's grace, today he is normal and healed. അവൻ ഇന്ന് ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുന്നു. And now he is doing his second year of studies. അവൻ ദൈവവേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചിരിക്കുന്നു. He has given his life for the ministry. എല്ലാത്തിനും ആക്റ്റീവ് ആണ്. And he is active in all things. ഞാൻ അവൻ്റെ പറയുന്നുണ്ട്, എടാ എന്നെ കൊണ്ട് എന്താണ് ചെയ്യാൻ കഴിയാതിരുന്നത് അതൊക്കെ നീ ചെയ്യണമെന്ന് പറയും. I have told him, if there is anything that I cannot do, I want you to get it done. ദൈവം അവന് ആരോഗ്യത്തോടെ തന്നു. And the Lord has given him his health. പ്രിയമുള്ളവരെ, ഞാൻ ഇന്ന് നിങ്ങളുടെ മുൻപാകെ നിൽക്കുന്നത് ഞാനൊരു അത്ഭുത സാക്ഷിയാണ്. I am standing before you as a miraculous testimony. 7 പ്രാവശ്യം പിശാചിനെ കൊല്ലാൻ നോക്കി. 7 times the enemy tried to kill me. 7 ഭയങ്കരമായ മരണകരമായ ആക്സിഡന്റിൽ പെട്ടു. I was in 7 major accidents. 3 ബൈക്ക് ആക്സിഡന്റിൽ പെട്ടു. 3 bike accidents. 2 പ്രാവശ്യം ബൊളേറോ മറിഞ്ഞ്, വലിയ 4-വീലർ മറിഞ്ഞ് എന്നെ ആക്സിഡന്റ് പറ്റി. Twice I was hit by a 4-wheeler and I had severe head trauma. 2 പ്രാവശ്യം അല്ലാതുള്ള ആക്സിഡന്റിൽ പറ്റി. Twice I was in fatal accidents. എന്റെ തലയിൽ കുറച്ച് കുത്തിക്കെട്ടു. ഇതെല്ലാം പറയാൻ ഈ സമയമില്ല. I have not much time to tell you. 2010 ഞാനിങ്ങനെ ഭുവനേശ്വറിലേക്ക് പോകുമായിരുന്നു. In 2010 I was going എന്റെ പുറകില് ബൈക്ക് ഓടിച്ചു പോകുമായിരുന്നു. ബൈക്ക് ഞാൻ ഒത്തിരി ഓടിക്കുമായിരുന്നു. ഒരു ദിവസം ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു 1200 കിലോമീറ്റർ കറങ്ങി ഒരു 3-4 ഡിസ്ട്രിക്റ്റ് കറങ്ങി ഞാൻ വരുമായിരുന്നു മിനിസ്റ്റർ കഴിഞ്ഞിട്ട്. I would take my motorbike and I would drive around for something like 1200 kilometers to different places for the ministry and come back. 2010 നവംബർ 16-ാം തീയതി ഞാൻ ഒരു സഹോദരനെയും കൂട്ടി ഞാൻ ഭുവനേശ്വറിലേക്ക് പോയി. In 2010 I went to Bhubaneswar along with another brother. ഭുവനേശ്വറിന് 10 കിലോമീറ്റർ പുറകിൽ വെച്ച് ഒരു വലിയ ട്രക്ക് എന്റെ ഫ്രണ്ട് റോഡിലൂടെ ക്രോസ് ചെയ്തു. 10 kilometers away from Bhubaneswar there was a huge truck that passed me. അവിടെ അങ്ങനെ ക്രോസിംഗ് ഒന്നും ഉള്ളതല്ല, ഒരു ഇല്ലീഗലായിട്ട് അവൻ ക്രോസ് ചെയ്തു. It was not a legal crossing, it was an illegal crossing. ഞാൻ എണീറ്റ് നിന്ന് ഫ്രണ്ടും ബൈക്കും ബ്രേക്ക് ചവിട്ടി. And I tried to stand up and stop the bike that I was driving. 4 വരി പാതയാ, ഹൈവേ. അപ്പൊ സ്പീഡ് ഉണ്ടായിരുന്നു, ബൈക്ക് സ്പീഡായിട്ട് പോകുമായിരുന്നു. It was a highway and we were driving very fast. എന്റെ പുറകിരുന്ന സഹോദരൻ തെറിച്ച് ഡിവൈഡറിന്റെ പുറത്ത് നിന്ന് വീണു. And the brother who was seated behind me was ejected from the bike and he fell forward. എന്റെ ബൈക്കിന്റെ ഫ്രണ്ട് ബ്രേക്ക് പൊട്ടി. And the brakes of my front wheel of the motorbike broke. വണ്ടി സ്കിഡ് ചെയ്ത് എന്റെ ഹെൽമെറ്റ് എന്ന വണ്ടിയുടെ സൈഡിൽ അടിച്ചു. And the motorbike began to skid and my head and my helmet went to the side and there was a traumatic accident. ഞാൻ അപ്പൊ തന്നെ കോമയിൽ പോയി. And in that very moment I went into a coma. എല്ലാരും വിചാരിച്ചു മരിച്ചു എന്ന് വിചാരിച്ചു. Everyone thought that I was dead. ഈ സഹോദരനെ ആംബുലൻസ് വിളിച്ച് പല ആശുപത്രിയിൽ കൊണ്ടുപോയി. They took an ambulance and took me to the hospital. അവസാനം ഒരു ആയുഷ് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ എന്നെ അഡ്മിറ്റ് ചെയ്തു. Finally they took me to a specialist hospital. എന്റെ അന്ന് 50,000 രൂപ കൊടുത്താലേ അവർ ട്രീറ്റ്മെന്റ് തുടങ്ങത്തുള്ളൂ ഹോസ്പിറ്റലിൽ. At that point in time, if you can pay 50,000 rupees, then they will begin treatment for you. ഒരു ഹോപ്പും ഇല്ലായിരുന്നു. But we had no hope for that. ഡോക്ടേഴ്സ് എന്റെ വൈഫിന്റെ അടുത്ത് പറഞ്ഞു, എന്റെ പാസ്റ്റേഴ്സിന്റെ അടുത്ത് പറഞ്ഞു, ഇദ്ദേഹം ഒരിക്കലും ജീവിക്കത്തില്ല. The doctors told my wife and the other pastors, this man will not live. ഇദ്ദേഹം ജീവിച്ചിരുന്നാലും ഒരു 3.5 വർഷം വരെ ഇദ്ദേഹം ഇങ്ങനെ വെജിറ്റബിൾ ആയിട്ട് കിടക്കും. Even if he was alive, he will be a vegetable for 3.5 years. ഇദ്ദേഹം അഥവാ ഇനി ഇദ്ദേഹം മടങ്ങി വന്നാലും എണീക്കത്തില്ല, ഇങ്ങനെ അത് മരിച്ചു പോകുന്നതല്ലെന്ന് പറഞ്ഞു. Even if he is alive, he will not be able to function and he will eventually die. പ്രിയമുള്ള ഒരു പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. But there is a God who hears the prayers. ഈ വാർത്ത കേട്ടതിൽ എന്നെ അറിയുന്നവരും അറിയാത്തവരും എല്ലാം പ്രാർത്ഥിക്കാൻ തുടങ്ങി.
And when they got the news, those that know me, that don't know me, everyone began to pray. ഒറീസയിലെ സഭകൾ വിശ്വാസികൾ നെഞ്ചത്തിടിച്ച് കരയാൻ തുടങ്ങി. All the believers of Orissa beat their chests and began to cry. ഞാൻ ഒരിക്കലും എണീക്കത്തില്ല എന്ന് പറഞ്ഞ ഡോക്ടറുടെ മുൻപാകെ മൂന്നാമത്തെ ദിവസം ദൈവം എഴുന്നേൽപ്പിച്ചു. In the very presence of the doctor who said I will never get up on the third day, the Lord raised me up. ആ ദൈവം അന്ന് മുതൽ ഇന്ന് വരെ എന്നെ റിക്കവറിയിലേക്ക് നടത്തി. That same God from that day to this day has led me into recovery. ഇന്നും എനിക്ക് കുറെ പ്രശ്നങ്ങളുണ്ട്. Even today I may have lots of problems. എന്നാലും ദൈവത്തിന്റെ കൃപ എന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നു. But the grace of God is leading me. എനിക്ക് ഇന്ന് പറയാൻ തക്കവണ്ണം കഴിയും, പൗലോസിനോട് ചേർന്ന് പറയുവാൻ കഴിയും, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവനാകുന്നു. And I can firmly stand here and tell you I can do all things through Christ who strengthens me. എന്റെ ബ്രെയിൻ ഹാമറേജ് ആയി, എന്റെ ന്യൂറോളജിക്കൽ സിസ്റ്റം മൊത്തം ഡാമേജ് ആയതാ. I had a brain hemorrhage and I had a significant damage to my neurologic ഞാൻ system. എന്താണ് സംസാരിക്കുന്നത് എന്റെ ഭാര്യയ്ക്ക് അറിയത്തില്ലായിരുന്നു. No, not even my wife could understand what I was speaking. എനിക്ക് നടക്കാൻ കഴിയത്തില്ലായിരുന്നു. I could not move. ഞാൻ ഇങ്ങനെ കാല് വെക്കുന്നതല്ല, ഇങ്ങനെ ആയി പോകുമായിരുന്നു. I thought I was putting my foot forward, but my foot was going in a completely different direction. അതിനുശേഷവും 4 ആക്സിഡന്റുകൾ നടന്നു. Even after that, I've had 4 accidents. എന്നാൽ ദൈവം എന്നെ മരണത്തിന് ഏൽപ്പിച്ചില്ല. But the Lord did not hand me over to death. എന്തൊക്കെ ദൈവത്തിന് വേണ്ടിയിട്ട് അവിടെ ചെയ്യാനുണ്ട്, അതുകൊണ്ടാ. Because God knows that there are things that I still need to do for Him. പ്രിയമുള്ളവരെ, നിങ്ങളുടെ പ്രാർത്ഥന, വിലയേറിയ പ്രാർത്ഥന ഞാൻ ചോദിക്കുന്നു. I ask you for your valuable prayers. എന്റെ ശരീരത്തിൽ മുഴുവൻ മുറിവുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. There are damaged areas and wounds all over my body. എന്നാൽ ദൈവം എല്ലാത്തിന്റെയും മധ്യേ ദൈവത്തിന്റെ വേല ചെയ്യുവാൻ എന്നെ ശക്തനാക്കുന്നു. But despite all of that, the Lord is strengthening me to serve Him in His work. ആ ദൈവം വലിയ ദൈവമാണ്. This God is a big God. അത് ഇന്നും നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യുവാൻ And കഴിയും. even today, He is able to do miracles in your ആ lives. ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. There is nothing impossible for God. വീണ്ടും ഒരിക്കൽ കൂടി നിങ്ങളുടെ പ്രാർത്ഥനയും സഹായങ്ങളും ഞാൻ ചോദിക്കുന്നു. I request your prayers and help once again. ഇനി സാക്ഷ്യങ്ങൾ പറഞ്ഞാൽ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. If I were to share my testimony, there are much things to say. എന്നാൽ ദൈവത്തിന്റെ വചനത്തിലേക്ക് പെട്ടെന്ന് നമ്മളെ കണ്ണുകൾ തിരിക്കാം. But let's quickly go into the word of the Lord. ഒരു വാക്യം, ചില വാക്യങ്ങൾ നമുക്ക് ഒരുമിച്ച് വായിക്കാം. Let's read a few verses together. 2 Corinthians chapter 5 verse 14 and 15 വായിക്കാം. 2 കൊരിന്ത്യർ ലേഖനം 5-ാമത്തെ അധ്യായത്തിന്റെ 14-ഉം 15-ഉം വായിക്കാം. 2 കൊരിന്ത്യർ 5-ന്റെ 14, 15. 5 verse 14 and 15. For the love of Christ compels us, because we judge thus, that if one died for all, then all died, and he died for all, that those who live should no longer live for themselves, but for him who died for them and rose again. ഒരുമിച്ച് നമുക്കൊന്ന് വായിക്കാമോ? നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് വായിക്കാം ആ വാക്യങ്ങൾ. Let's all read these verses together. ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു, എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു എന്നും ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്ക് വേണ്ടി മരിച്ച ഉയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്നും ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു. ഒരു ഭാഗം കൂടെ വായിക്കാം. റോമർകൃതി ലേഖനം 8-ാം അധ്യായം അതിന്റെ 35-ാം വാക്യം മുതൽ കുറച്ച് 39 വരെ വായിക്കാം. 35 മുതൽ 39 വരെ ഒരുമിച്ച് വായിക്കാം. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നത് ആര്? കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ? നിന്റെ നിമിത്തം ഞങ്ങളെ ഇടവിടാതെ കൊല്ലുന്നു, അറുക്കുവാനുള്ള ആടുകളെ പോലെ ഞങ്ങളെ എണ്ണുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുവാൻ കഴിയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസിന്റെ ചില സ്റ്റേറ്റ്മെന്റുകളാണ് നമ്മൾ ഇന്ന് പകൽക്കാലം ഇവിടെ വായിച്ചു കേട്ടത്. We have read here some statements made by the apostle Paul. അപ്പോസ്തലനായ പൗലോസ് ആരായിരുന്നു എന്ന് നമുക്ക് നല്ലവണ്ണം അറിയാം. We all know very well who the apostle Paul was. അപ്പോസ്തലനായ പൗലോസ് ഈ വായിച്ചു കേൾക്കപ്പെട്ടതായ സ്റ്റേറ്റ്മെന്റുകൾക്ക് വേണ്ടി ജീവിച്ച ഒരു മനുഷ്യനായിരുന്നു. The man who lived for the very statements that we just read. അപ്പോസ്തലനായ പൗലോസിനെ ഒത്തിരിയധികം അഹങ്കരിക്കുവാനും ഒത്തിരിയധികം അഭിമാനം കൊള്ളുവാനും ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. There were many things that he could have boasted about or held himself in high regard for. അവൻ ക്രിസ്തുവിന്റെ സ്നേഹത്തിലേക്ക് വരുന്നതിന് മുമ്പ് അവന്റേതായ യഹൂദ മതപ്രകാരമുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. He had many things that he could have boasted about before he came into the Christ according to the tradition of the Jews. ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായം 5 മുതലുള്ള വാക്യങ്ങളിലൊക്കെ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. ഈ അപ്പോസ്തലനായ പൗലോസ് തന്നെ കുറിച്ച് തന്നെ എഴുതിയിരിക്കുന്നത് കാണുവാൻ തക്കവണ്ണം കഴിയും. We can read about himself as he writes and describes it in Philippians chapter 2 verse 5. 3-5 മുതലുള്ള വാക്യങ്ങളിൽ 3 verse 5. 8-ാം നാളിൽ പരിച്ഛേദന ഏറ്റവൻ, ഇസ്രായേൽ ജാതിക്കാരൻ,
ബെന്യാമിൻ ഗോത്രക്കാരൻ, എബ്രായിൽ നിന്ന് ജനിച്ച എബ്രായൻ, ന്യായപ്രമാണം സംബന്ധിച്ച പരീശൻ, ശുഷ്കാന്തി സംബന്ധിച്ച സഭയെ ഉപദ്രവിച്ചവൻ, ന്യായപ്രമാണത്തിൽ നീതി സംബന്ധിച്ച അനന്യൻ, എങ്കിലും എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ചെയ്തമെന്ന് എണ്ണിയെന്ന് പറയുന്നു. Circumcised on the 8th day of the stock of Israel, of the tribe of Benjamin, a Hebrew of the Hebrews, concerning the law, a Pharisee, concerning zeal, persecuting the church, concerning righteousness which is in the law, blameless. ഈ പൗലോസ് അദ്ദേഹത്തിന് ഒത്തിരിയധികം കാര്യങ്ങൾ സാമൂഹികമായിട്ട് അഭിമാനിക്കാനുണ്ടായിരുന്നു. This Paul had many things, speaking of a societal standing, much things to boast of. അദ്ദേഹം റോമൻ പൗരത്വവും അതേസമയം തന്നെ യഹൂദനുമായിട്ട് ജീവിച്ച ഒരു വ്യക്തിയായിരുന്നു. He was a Roman citizen as well as a Jew. അദ്ദേഹത്തിന് വളരെ വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. He was highly educated. അദ്ദേഹം ടാർസസിലെ യൂണിവേഴ്സിറ്റിയിൽ ഗമാലിയലിന്റെ കാൽക്കീഴിരുന്ന് വേദാഭ്യാസം നടത്തിയ വ്യക്തിയാണെന്ന് He പറയുന്നു. was a man who was trained by Gamaliel, a well-known teacher and professor. ചരിത്രം പറയുന്നു അദ്ദേഹം വളരെ സമ്പന്നനായ വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന് ഷിപ്പുകൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. History says he was very rich, had many ships. അദ്ദേഹം എല്ലാ ആളുകളാലും യഹൂദന്മാരാലും യവനന്മാരാലും ആദരിക്കപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു എന്ന് കാണുവാൻ തക്കവണ്ണം കഴിയും. He was a man highly regarded by the Jews and Gentiles alike. എന്നാൽ ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് യേശു കർത്താവിനാൽ പിടിക്കപ്പെട്ട ഈ പൗലൂസ് അന്നു മുതൽ തന്റെ ജീവിതത്തിന്റെ റൂട്ട് മാറ്റുന്നതായിട്ട് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. But we see that this Paul had taken a different route of his life after he was held by the Lord on the journey to Damascus. അന്നു മുതൽ എപ്രകാരം ജീവിക്കണമെന്ന് കർത്താവിൽ നിന്ന് മാർച്ചിങ് ഓർഡർ ലഭിച്ചതായ പൗലൂസ് തന്റെ ജീവിതത്തിൽ തനിക്ക് അഭിമാനിക്കാനായിട്ടുണ്ടായിരുന്ന സകലത്തെയും ചപ്പൻ ചവറുമെന്ന് എണ്ണിയിട്ട് യേശു കർത്താവിന് വേണ്ടി ജീവിക്കുന്നതായിട്ട് കാണുവാൻ തക്കവണ്ണം കഴിയും. Having received his marching orders from the Lord, we see this Paul has counted all things as rubbish and garbage and has given his life for the cause of Christ. പ്രിയമുള്ളവരെ, നമുക്കറിയാം അപ്പോസ്തലൻ പൗലോസ് ഒത്തിരിയധികം കഷ്ടങ്ങളെ ത്യാഗങ്ങളെ സഹിച്ചു. A man who has endured much suffering and tribulation. ഇന്ന് ബൈബിൾ സ്റ്റഡി നടക്കുമ്പോഴും കർത്താവിന്റെ ദാസൻ പഠിപ്പിക്കുമ്പോൾ പ്രസംഗിക്കുമ്പോഴും ഒക്കെ നമ്മൾ ഒത്തിരിയധികം കാര്യങ്ങൾ പൗലോസിനെ കുറിച്ച് കേൾക്കുവാൻ തക്കവണ്ണം ഇടയായി. Even as the man of God was teaching us during Bible study, we learned much about Paul. അപ്പോസ്തലൻ പൗലോസ് ഒരുപാട് പ്രാവശ്യം അടികൊണ്ടു. Many times he was beaten. പല പ്രാവശ്യം അവൻ കല്ലെറിയപ്പെട്ടു. Many times he was stoned. അവൻ പല പ്രാവശ്യം മരണാസന്നനായി കിടക്കുന്ന അവസ്ഥയുണ്ടായി. Many times he came very close to death. പലവിധമായ ആപത്തുകളിലകപ്പെട്ടു, കപ്പൽ ഛേദത്തിലകപ്പെട്ടു. Many shipwrecks and പല dangers. പ്രാവശ്യം അദ്ദേഹം തണുപ്പും അതുപോലെ പൈതാഹവും നഗ്നതയും വിശപ്പും ഒക്കെ സഹിക്കേണ്ടതായിട്ട് വന്നു. He endured the cold, the heat, nakedness and hunger. അന്ന് ഇന്ന് ഉള്ളതുപോലെ യാത്രാ സൗകര്യങ്ങളോ മറ്റ് മോഡേൺ ഫെസിലിറ്റീസോ ഒന്നും ഇല്ലാതിരിക്കെ അന്ന് അറിയപ്പെട്ടിരുന്ന ഇടങ്ങളിലെല്ലാം കടന്നുപോയി യേശുവിന്റെ വചനം പ്രസംഗിക്കുകയും ദൈവസഭകൾ സ്ഥാപിക്കുകയും ചെയ്തു. Even without any modern technology for travel, he went to all the places nearby to him and proclaimed the gospel. പൗലോസിനോട് എന്തിനാ പൗലോസേ നീ ഇപ്രകാരം ഇതെല്ലാം സഹിക്കുന്നത് എന്ന് ചോദിച്ചാൽ, if you ask this Paul, why did you endure all these things? എന്തിനാ പൗലോസേ നീ ഇപ്രകാരം ഇങ്ങനെ ഇത്രയും കഷ്ടം സഹിക്കുകയും ത്യാഗം സഹിക്കുകയും ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, if you ask him why did you endure so much suffering and sacrifice, അപ്പോസ്തലൻ പൗലോസ് പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, the apostle Paul would tell you, അവൻ പറയും ക്രിസ്തുവിന്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു. the love of Christ compels me. ഞാൻ എന്തുകൊണ്ട് കർത്താവിന് വേണ്ടി ഈ കഷ്ടങ്ങൾ സഹിക്കുന്നു എന്ന് ചോദിച്ചാൽ, if you ask me why I endure the sufferings for Jesus, അതിന്റെ മെയിൻ ആയിട്ടുള്ള കാരണം ഇതാണ്, യേശുവിന്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു. the main reason for that is that the love of Jesus compels me. യേശുവിന്റെ സ്നേഹം എന്തെന്ന് നന്നായിട്ട് രുചിച്ചറിഞ്ഞ ഒരു വ്യക്തിയായിരുന്നു ഈ അപ്പോസ്തലൻ പൗലോസ്. This apostle had understood very well and tasted very well the love of God. അപ്പോസ്തലൻ പൗലോസ് റോമർക്കെഴുതിയ ലേഖനത്തിൽ പറയുന്നത്, ഈ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്ന and this man asks you, who can separate us from the love of God? കർത്താവിന്റെ സ്നേഹത്തിൽ നിന്ന് ഒരു ശക്തിക്കും ഞങ്ങളെ വേർപിരിക്കുവാൻ കഴിയത്തില്ല എന്ന് അപ്പോസ്തലൻ പൗലോസ് ഉറച്ചിരിക്കുന്നു എന്ന് പറയുവാൻ തക്കവണ്ണം കഴിയും. And he firmly stands and declares to us, nothing can separate us from the love of God. ദൈവമക്കളെ, ഇന്ന് പകൽ നമ്മൾ ഇവിടെ ആയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? Today, why are we present here today? നാം കർത്താവിന്റെ സ്നേഹത്താൽ നിറയപ്പെട്ടവരാണോ? We are people who are filled with the love of God. നാം കർത്താവിന്റെ സ്നേഹത്തിൽ വസിക്കുന്നവരാണോ? Are we people who are dwelling in the love of God? കർത്താവായ യേശുക്രിസ്തു എപ്രകാരം നമ്മെ സ്നേഹിച്ചു? How did the Lord Jesus love us? കർത്താവ് ഇപ്രകാരം പറഞ്ഞു, സ്നേഹിതർക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നതിലും അധികമുള്ള സ്നേഹം ആർക്കുമില്ല. There is no greater love than the love of those, the love of one who lays down his life for his friend. യോഹന്നാന്റെ സുവിശേഷം 10-11 വാക്യത്തിൽ പറയുന്നു, ആടുകൾ നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നു. We see in John chapter 10, a good shepherd lays down his life for his sheep. യേശു കർത്താവ് ഇതെല്ലാം പറഞ്ഞിട്ട് അതങ്ങ് കാണിച്ചു
അതങ്ങ് പറഞ്ഞിട്ട് പോയ ഒരു വ്യക്തിയല്ല. Jesus is not just someone who spoke these words and left. എന്നാൽ ആ പറഞ്ഞത് അതുപോലെ ചെയ്ത് കാണിച്ചു തന്ന ഒരു കർത്താവാണ്, നായകനാണ് നമുക്കുള്ളത്. We have a Lord who also displayed what the meaning of those words was with his life. ആ കർത്താവ് റോമർക്ക് ലേഖനം 5:7 പറയുന്നു, We see in Romans chapter 5 and verse 7. നീതിമാന് വേണ്ടി ആരെങ്കിലും മരിക്കുന്നത് ദുർലഭം. It is very easy and common to see someone laying down his life for a ഗുണവാന് വേണ്ടി righteous. പക്ഷേ മരിക്കുവാൻ തുനിയുമായിരിക്കും. But it is very difficult and scarce for someone to lay down his life for എന്നാൽ a പ്രിയമുള്ളവരെ, sinner. നമ്മൾ ആരും ഗുണവാന്മാരോ നീതിമാന്മാരോ അല്ലാതിരിക്കെ, Even though none of us are righteous or good men, നമ്മൾ ആരും ദൈവമക്കളെന്ന് വിളിക്കുവാൻ യാതൊരു ഹോപ്പുമില്ലാതിരിക്കെ, none of us have the hope to even be known as the children of God. നമ്മളെല്ലാവരും പാപികളായി പാപത്തിന്റെ അടിമത്തത്തിൽ നരകം മാത്രം മുന്നിൽ കണ്ട് ജീവിക്കേ, Even when we were living as sinners, having only a damnation ahead of us, പിശാചിന്റെ അടിമത്തത്തിൽ ബന്ധനത്തിലായിരുന്നിരിക്കെ, even when we were under the bondage and authority of Satan, ഒരു നീതി പ്രവൃത്തി നമ്മിൽ നിന്ന് വരുവാൻ യാതൊരു ഹോപ്പുമില്ലാതിരിക്കെ, even when there was no hope that a single righteous deed would proceed out of our lives. റോമർ 5:8 പറയുന്നു, Romans 5 and 8 ക്രിസ്തുവോ says, നാം പാപികളായിരിക്കുമ്പോൾ തന്നെ even while we were sinners, നമുക്ക് വേണ്ടി മരിക്കയാൽ we see that Jesus died for us, ദൈവം നമുക്ക് തന്നുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. and God demonstrated his love toward നാം us എല്ലാവരും പാപികളായിരിക്കെ തന്നെ while we were yet sinners, ദൈവമക്കളെന്ന് വിളിക്കുവാൻ യാതൊരു അവകാശവുമില്ലാതിരിക്കെ, without any opportunity to be നാം known as children of നീതിമാന്മാരോ God, ഗുണവാന്മാരോ അല്ലാതിരിക്കെ, while we were not righteous men or good men. ദൈവം ഈ ലോകത്തെ സ്നേഹിച്ചു. The Lord loved this world. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും Every person that calls on the name of the Lord, the one begotten നശിച്ചു Son, പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് that they may be saved and not perish. ദൈവം അവന് നൽകുവാൻ തക്കവണ്ണം ഈ ലോകത്തെ സ്നേഹിച്ചു. The Lord loved the world and gave his only begotten എന്താണ് Son. സാക്ഷാൽ സ്നേഹം എന്ന് പറയുന്നത്? What exactly is love? പ്രിയമുള്ളവരെ, നാമെല്ലാം നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയിട്ട് പ്രായശ്ചിത്തമായി ക്രിസ്തു യേശുവിനെ, ആ പാപം അറിയാത്ത ക്രിസ്തുവിനെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നത് തന്നെ സ്നേഹം. What is love? Love is the fact that Jesus gave himself for us even while we were sinners. നാം ആരും ദൈവത്തെ സ്നേഹിച്ചതല്ല, എന്നാൽ ദൈവം നമ്മെ സ്നേഹിച്ചു. It is not that we loved God, but God loved us. നാം ആരും ദൈവത്തെ തിരഞ്ഞെടുത്തല്ല, എന്നാൽ ദൈവം നമ്മെ തിരഞ്ഞെടുത്തു. It's not that we chose him, he chose us. പ്രിയമുള്ളവരെ, റോമർക്ക് ലേഖനം 8:5 പറയുന്നു, In Romans chapter 8 and verse 5 we നാം read, ഈ കർത്താവിനെ സ്വീകരിച്ചപ്പോ when we received Christ ആ Jesus, ദൈവത്തിന്റെ സ്നേഹം തമ്മിലെല്ലാം പകർന്നിരിക്കുന്നു. he has poured out his love into us. ഇന്നത്തെ ചോദ്യം ഇതാണ്, ആർ വി റിയലി ലവിങ് ജീസസ്? ഇന്ന് നമ്മൾ ദൈവത്തെ യഥാർത്ഥമായിട്ടും സ്നേഹിക്കുന്നുണ്ടോ? നാം കർത്താവ് യേശുവിനെ സ്നേഹിക്കേണ്ടവണ്ണം സ്നേഹിക്കുന്നുണ്ടോ? Are we loving the Lord as we should love him? നമ്മുടെ ഹൃദയങ്ങളിൽ യേശുവിന്റെ സ്നേഹം നിറയ്ക്കപ്പെട്ടിരിക്കുന്നു. Has the love of God filled our hearts? വാട്ടർ ടാങ്കിനെ കുറിച്ച് നമുക്കറിയാം. വാട്ടർ ടാങ്കിനെ കുറിച്ച് We all know നമുക്കറിയാം. about a water tank. എന്തുകൊണ്ടാണ് അതിനെ വാട്ടർ ടാങ്ക് എന്ന് വിളിക്കുന്നത് വെച്ചാൽ വെള്ളം നിറച്ചിരിക്കുന്നത് കൊണ്ടാണ് വാട്ടർ ടാങ്ക് എന്ന് പറയുന്നത്. The reason we call it a water tank is because it's filled with water. അപ്പൊ നമ്മളെല്ലാവരും ലവ് നിറച്ചിരിക്കുന്നുവെങ്കിൽ നമ്മളെല്ലാം ലവ് ടാങ്ക് എന്ന് വിളിക്കണം കർത്താവിന്റെ മക്കളെല്ലാവരെയും. We are all people, hallelujah, who should be known as love tanks because we are filled with the love of God. ഈ വാട്ടർ ടാങ്കിൽ നിറയ്ക്കപ്പെട്ടിരിക്കുന്ന വെള്ളം അതിന്റെ ഔട്ട്ലെറ്റുകൾ തുറന്ന് പലവിധമായ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് പോലെ, Just as you open the faucet and use the water stored in the water tank for many purposes, യേശുവിന്റെ സ്നേഹത്താൽ നിറയപ്പെട്ടിരിക്കുന്ന എന്റെയും നിങ്ങളുടെയും പല പ്രവൃത്തികൾ കൊണ്ട്, just as we have been filled with the love of Jesus for many things, for many purposes, ഈ നിറയപ്പെട്ടിരിക്കുന്ന സ്നേഹം ഇത് അറിഞ്ഞിട്ടില്ലാത്ത ആളുകളുടെ ഇടയിലേക്ക് ഒഴുകി ചെല്ലുന്നത് ആവശ്യമായിരിക്കുന്നു. this love must flow out of us into the lives of those that do not know Jesus. പ്രിയമുള്ളവർ, ഇല്ല എങ്കിൽ ആ സ്നേഹം ഒരിക്കലും അത് റിന്യൂ ആകുന്നില്ല, ഒരിക്കലും അത് ഉപയോഗപ്പെടുന്നില്ല. If this doesn't happen, this love cannot be known as useful and cannot be renewed. എങ്ങനെ യേശുവിനെ സ്നേഹിക്കുവാൻ തക്കവണ്ണം കഴിയും? How can we love the Lord? നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പനകൾ പ്രമാണിക്കും. Jesus says, if you love me, you will obey my commandments. എന്റെ കൽപ്പനകൾ പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നവനാകുന്നു. Those that obey my commandments is one who loves me. അവന്റെ കൽപ്പനകൾ പ്രമാണിക്കുന്നതല്ലോ അവനോടുള്ള സ്നേഹം. Is it not obedience to the commandment of God that is known as love? ദൈവത്തിന്റെ കൽപ്പനകൾ ഭാരമുള്ളവയല്ല. The commandments of God are not burdensome. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു,
യേശുവിന്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു. The man of God, Apostle Paul, says, the love of Jesus compels me. പ്രിയ ദൈവമക്കളെ, ഇന്ന് പകൽക്കാലം നമുക്ക് പറയുവാൻ കഴിയുമോ, ഞാൻ ആരാധനയ്ക്ക് വരുന്നത് യേശുവിന്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നത് കൊണ്ടാണെന്ന്? Are we able to say this morning, I have come to worship the Lord because his love compels me? ഇന്ന് പകൽക്കാലം പറയുവാൻ കഴിയുമോ, ഞാൻ പ്രാർത്ഥിക്കുന്നത് യേശുവിന്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നത് കൊണ്ടാണെന്ന്? Are we able to say, I am praying today because the love of God compels me? ഇന്ന് പകൽക്കാലം പറയുവാൻ കഴിയുമോ, ഞാൻ സുവിശേഷം അറിയിക്കുന്നത് യേശുവിന്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നത് കൊണ്ടാണെന്ന്? Are you able to say today, I proclaim the gospel because his love compels me? ഇന്ന് പകൽക്കാലം പറയുവാൻ കഴിയുമോ, ഞാൻ എനിക്ക് കിട്ടുന്ന നന്മയിൽ നിന്ന് ചിലത് ദൈവവേലയ്ക്ക് വേണ്ടി കൊടുക്കുന്നത് ഞാൻ യേശുവിനെ സ്നേഹിക്കുന്നത് കൊണ്ടാണെന്ന് പറയുവാൻ കഴിയുമോ? Are we able to say, whatever I have, I give of my blessings and finances because Jesus loves me? എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ കൽപ്പനകൾ പ്രമാണിക്കും. Those that love me will obey my എന്റെ commandments. മുൻപാകെ ഒരുപാട് സമയമില്ലാതെ ഞാൻ പെട്ടെന്ന് നിർത്തട്ടെ. Let me move forward quickly. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 8-ാം വാക്യം മുതൽ താഴോട്ട് വായിക്കുമ്പോൾ സ്മുർന്നയിലെ സഭയെക്കുറിച്ച് കാണുവാൻ തക്കവണ്ണം കഴിയും. We read about the church in Smyrna in chapter 2 of the book of Revelation, verse 8 onwards. സ്മുർന്നയിലെ സഭ ഒരുപാട് കഷ്ടതകളിലൂടെ കടന്നുപോയി. This church went through many difficulties. പലവിധമായ റോമ ഗവൺമെന്റിന്റെ നിയമങ്ങൾ അനുസരിക്കേണ്ടതായിട്ട് വന്നിരുന്നു. They had to obey and bow before the commands of the Roman Empire. എന്നാൽ പലവിധമായ പീഡകൾ സഹിക്കേണ്ടതായിട്ട് വന്നിരുന്നു. And they had to endure much tribulation. അവിടെ ആ റോമ ഗവൺമെന്റ് നിയമങ്ങൾ അനുസരിക്കാതിരുന്നവരെ ജോലിയിൽ നിന്ന് പുറത്താക്കിയിരുന്നു. They were thrown out of their jobs because they could not obey the command of the Roman Empire. They were thrown out. അവർ ഉപദ്രവിക്കപ്പെട്ടിരുന്നു. They were tormented. എന്നാൽ അവരോട് പറയുന്നത്, ഞാൻ മരിച്ചവനായിരുന്നു എന്നാൽ എന്നേക്കും ജീവിക്കുന്നു. But we see Jesus telling them, I was once dead but I am now alive forevermore. ഹല്ലേലൂയ. കർത്താവോട് പറഞ്ഞത്, ഈ അല്പകാലത്തേക്കുള്ള കഷ്ടങ്ങളൊക്കെ നീങ്ങിപ്പോകും. Again the Lord tells them, the suffering of this temporary time will fade away. നീ മരണപര്യന്തം വിശ്വസ്തനായിരിക്കാമെങ്കിൽ നീ ജീവകിരീടം പ്രാപിക്കും. Be faithful until death and I will give you the crown of life. ഈ കർത്താവ് പറയുന്നത്, ഞാൻ നിന്റെ കഷ്ടതയെല്ലാം മാറ്റി തരാമെന്നല്ല പറയുന്നത്. Jesus is not telling them that I will remove your sufferings. ഞാൻ നിന്നെ അവിടെ കർത്താവ് പറയുന്നത്, നീ വിശ്വസ്തനായിരിക്കുക. The Lord is instead telling them, be faithful. നീ അല്പകാലം കൂടെ സഹിക്കുക. Endure suffering for a little bit longer. ഞാൻ നിനക്ക് ജീവകിരീടം തരും. I will give you the crown of life. ആ വിശ്വാസികളെ പോലെ ആയിരിക്കണം പ്രിയമുള്ളവരെ നമ്മൾ എല്ലാവരും. Each of us must be like the believers of this church. പ്രതികൂലങ്ങളിൽ പതറിപ്പോകാതെ നമ്മൾ ഉറച്ചു നിൽക്കുവാൻ പഠിക്കണം. Without trembling at the face of tribulation, we must stand firm. അപ്പോസ്തലൻ പൗലോസ് പറയുന്നത്, ഈ സ്നേഹത്തിൽ നിന്ന് എന്നെ ഒന്നിനും മാറ്റുവാൻ കഴിയത്തില്ല. And so the apostle says, nothing can separate me from this love. ഈ യേശുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ ഒന്നിനും മാറ്റുവാൻ കഴിയത്തില്ല. Nothing can take me away from the love of God. കർത്താവായ യേശുവിന്റെ കൽപ്പനകൾ അനുസരിക്കുന്നതിൽ നിന്ന് നമ്മെ ഒന്നിനും മാറ്റുവാൻ കഴിയരുത്. Nothing should move you away from obedience to the commandment of Jesus. നമുക്ക് ചോദന ചെയ്യാം, ഞാൻ കർത്താവിന്റെ കൽപ്പനകൾ പ്രമാണിക്കുന്നുണ്ടോ? Come on, go ahead and examine yourselves this morning. Am I obedient to the commandment of God? കർത്താവിന്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു ഈ ലോകത്തിലെ സകല ജീവജാലങ്ങളും സകല മനുഷ്യരും യേശുവിന്റെ സുവിശേഷത്തെക്കുറിച്ച് അറിയണമെന്ന്. It was God's greatest desire that all men should know the gospel. അതുകൊണ്ടാണ് കർത്താവ് സ്വർഗ്ഗാരോഹണം ചെയ്യുന്നതിന് മുമ്പായിട്ട് വിളിച്ചു പറഞ്ഞത്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോട് സുവിശേഷം പ്രസംഗിപ്പീൻ. And that's why before he ascended into heaven, he commanded, go into all the nations and preach the gospel. ഹല്ലേലൂയ. Amen. അത് കർത്താവിന്റെ പൾസായിരുന്നു. It was the pulse of God, the heartbeat of God. പ്രിയ ദൈവമക്കളെ, ഇന്ന് പകൽ ഞാൻ ചോദിക്കട്ടെ, This morning let me ask you, നാം വിശുദ്ധ ജീവൻ നയിക്കുന്നത് യേശുവിനോടുള്ള സ്നേഹം കൊണ്ടാണോ? are we leading a holy life because we love ഞാൻ കർത്താവിന്റെ Jesus? കൽപ്പനകളെ അനുസരിക്കുന്ന കർത്താവിനോടുള്ള സ്നേഹം കൊണ്ടാണോ? Is it because I love Jesus that I obey his commandments? പ്രിയമുള്ളവരെ, കർത്താവിന്റെ സ്നേഹം നമ്മെ ഇവിടെ നിന്ന് പുറത്തേക്ക് തള്ളിവിടണം. Our love should move us to the ഇതുവരെയും outside. യേശുവിന്റെ വാക്ക് കേട്ടിട്ടില്ല, യേശുവിന്റെ നാമം കേട്ടിട്ടില്ല ജാതികളുണ്ട്. There are people who have not heard the name of Jesus. There are tribes who have not heard ഈ his name. സ്നേഹം നമ്മെ അങ്ങോട്ട് തള്ളിവിടണം. This love must push us out. നമുക്ക് ദൈവം തന്ന എഡ്യൂക്കേഷൻ, സാഹചര്യങ്ങള്, പണം എല്ലാം ആ കർത്താവിന്റെ സുവിശേഷമായിട്ട് കടന്നു പോകുവാൻ നമ്മെ തള്ളിവിടേണ്ടത് ആവശ്യമായിരിക്കുന്നു. All the education and all the blessings that we have, well, the love of God must push us out to use those things. ആ കർത്താവിനെ സ്നേഹിക്കുന്നുണ്ടോ? Are you loving this Lord today? ആ കർത്താവിന്റെ കൽപ്പനകൾ പ്രമാണിക്കുവാനായിട്ട് നമ്മെ സമർപ്പിക്കുവാൻ കഴിയുമോ? Are you able to submit yourself today to obey his commandments? ഒരു ദിവസം എന്റെ നല്ലവനും വിശ്വസ്തനുമായ ദാസൻ എന്ന് വിളിക്കുകയോ യോഗ്യരായി തീരുമോ? Will we become worthy of being known as good and faithful servants before the Lord one day? സ്വർഗ്ഗത്തിൽ വലിയ സന്തോഷം അനുഭവിക്കുവാൻ തക്കവണ്ണം കഴിയുമോ? Are we able to enjoy the great joy of heaven one day? കർത്താവ് ഈ വാക്യത്തിൽ പറഞ്ഞത്, ഇനി ജീവിക്കുന്നവർ തങ്ങൾക്കായിട്ടല്ല എന്നാൽ തങ്ങൾക്ക് വേണ്ടി മരിച്ചു ഉയർത്തുന്നവനായ യേശുവിന് വേണ്ടി ജീവിക്കണം. And that's why the scripture says you must not live for yourselves but live for the one who gave himself for you. ആർക്ക് വേണ്ടിയാ ജീവിക്കുന്നത്? Who are you living for today? നമ്മുടെ വിദ്യാഭ്യാസം ആർക്ക് വേണ്ടിയാ? Who is your education for today? നമ്മുടെ
പണം ആർക്ക് വേണ്ടിയാ? Who is your money for today? നമ്മൾ ഈ ലോകത്തുള്ള എല്ലാം മാറിപ്പോകും. All the things you see in the world will go away one day. ദൈവഹിതം ചെയ്തവൻ എന്നേക്കും ജീവിക്കും. But he who does the will of the Lord will live forevermore. ഇവിടെ ഒരു ബില്യണയറും മില്യണയറും ഒക്കെ ആകുന്നതിനേക്കാളും അങ്ങ് സ്വർഗത്തിൽ ഒരു തൂപ്പുകാരനെങ്കിലും ആവണത് ഏറ്റവും ബെസ്റ്റ്. More than becoming a millionaire or a billionaire on earth, it is best for you to be a servant in the kingdom of God one day. അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ. May the Lord enable us to do so today. മരണത്തോളം ജീവപര്യന്തം വിശ്വസ്തരായിരിക്കാം. Be faithful until death. ആ കർത്താവിനെ സ്നേഹിക്കാം. Let's love this Lord. എന്നെ അവിടെ ഉറപ്പിച്ചു നിർത്തിയത് യേശുവിന്റെ സ്നേഹമാണ്. The one who sent the thing that launched me into that place was the love of God. 7 അപകടങ്ങൾ, 7 dangers. എൻ്റെ കുഞ്ഞിൻ്റെതായ രോഗങ്ങൾ, There were childhood diseases in my body. സുവിശേഷ വിരോധികളുടെ ഉപദ്രവങ്ങൾ, There are enemies of the gospel. ഇതെല്ലാം പിടിച്ചു നിർത്തിയ യേശുവിന്റെ സ്നേഹം. But it was the love of Jesus that held me there. എന്നെ സ്നേഹിച്ച് കാൽവറിയിൽ ജീവൻ തന്ന യേശുവിന് വേണ്ടി എനിക്ക് എന്ത് ചെയ്യുവാൻ കഴിയും? What can I do for the one who gave himself for me on the cross? ഇന്ന് രാവിലെ പ്രിയ ദൈവമക്കളെ ചോദിപ്പീൻ, നിങ്ങളോട് തന്നെ ചോദിക്കും, കാൽവറിയിൽ ജീവൻ തന്ന യേശുവിന് വേണ്ടി എനിക്ക് എന്ത് ചെയ്യുവാൻ കഴിയും? What am I able to do for the name of Jesus who gave himself on the cross of Calvary? ദൈവം നിങ്ങളെ കൊണ്ട് എന്താ ആഗ്രഹിക്കുന്നു അത് ചെയ്യുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. May the Lord help you to do all that the Lord wants you to do. ഈ സമയം തന്ന പാസ്റ്ററോട് നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. I'm cutting my word short here, thanking the pastor who gave me this opportunity. God bless you all. Hallelujah.